ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ആ വചനം ഇങ്ങനെ നാം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്നുള്ള വചനമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരുമായി അവരുടെ ജീവിതത്തിനകത്ത് മുൻപോട്ടു പോകുവാൻ കഴിയുന്നവരായി തീരണം എന്നതാണ്. ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആയിത്തീരുവാൻ കഴിയണമെങ്കിൽ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ആ നിലകളിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുതയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. യാക്കോബിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ 6 തലത്തിലുള്ള തികവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സഹിഷ്ണുതയുടെ തികവ് നമുക്കുണ്ടാകണം എന്നോർപ്പിച്ചിട്ടുണ്ട്. പരിജ്ഞാനത്തിൻ്റെ തികവ് നമുക്കുണ്ടാകണം എന്നോർപ്പിച്ചിട്ടുണ്ട്. വരങ്ങളിൽ തികവുള്ളവരായി തീരണം എന്നോർപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ തികവ് പ്രാപിച്ചവരായി നാം തീരണം എന്നോർപ്പിച്ചിട്ടുണ്ട്. പ്രവൃത്തിയാൽ പൂർണ്ണമാക്കുന്ന വിശ്വാസത്തിൻ്റെ തികവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സൽഗുണ പൂർത്തിയുള്ള പുരുഷന്മാരായി നിങ്ങൾ തീരണം എന്നും ദൈവത്തിൻ്റെ വചനത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരുമായി തീരണമെന്ന് തന്നെയാണ് അത്യുന്നതനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതായ പദമാണ്. ദൈവത്തിൻ്റെ വചനം ആഴമായി നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം എത്തിച്ചേരേണ്ടതിന്, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമ്മെ ഉയർത്തേണ്ടതിനും അനുഗ്രഹിക്കേണ്ടതിനും മാനിക്കേണ്ടതിനും വേണ്ടി തികഞ്ഞ സഹിഷ്ണുതയോടും ദൈവകൃപയിൽ നിലനിൽക്കുന്ന ജീവിത അനുഭവവും നമുക്കുണ്ടാകുവാൻ നാം ശ്രദ്ധിക്കുകയും നാം പറയുന്ന വാക്കുകളും നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളും തമ്മിൽ ആഴമായ ബന്ധത്തിൽ മുൻപോട്ട് പോകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള പദങ്ങൾ തന്നെയാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരുമായി നിൽക്കാൻ വേണ്ടിയാണ്. ആ തലത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ തന്നെ ഉത്സാഹിക്കുകയും ആ തലത്തിൽ നമ്മളായിത്തീരുകയും ചെയ്യണം. അങ്ങനെ നാം ആകുവാൻ ഉത്സാഹിക്കുന്നു എങ്കിൽ
നമ്മെ ഒന്നിനും കുറവില്ലാത്തവരായി നിർത്തുന്ന ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. അതിന് സർവശക്തിയുള്ള ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകപ്പെടട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ ആകേണ്ടും വണ്ണമായി തീരുവാൻ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയുള്ളവരായി ഞങ്ങൾ തീരുവാൻ, ആ തലത്തിൽ ഞങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും ആമീൻ ഞങ്ങൾ തികഞ്ഞവരും സമ്പൂർണരുമായി നിലനിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. ഈ ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.